പീഡനക്കേസിൽ നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം. ഹൈക്കോടതി നേരത്തെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. നടി ഉന്നയിച്ച പരാതിയിൽ ഗൗരവ സ്വഭാവമുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധി പ്രസ്താവത്തിൽ പറയുന്നത്. പരാതി നൽകിയത് വൈകിയാണെന്നുള്ള സിദ്ദിഖിന്റെ അഭ്യർത്ഥന അത് അംഗീകരിക്കുവാൻ ഹൈക്കോടതി തയ്യാറായില്ല. വ്യക്തിഹത്യ നടത്തുകയാണ് നടി എന്നുള്ള പരാതിയും ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. അങ്ങനെ പീഡനക്കേസിൽ സിദ്ദിഖ് അറസ്റ്റിലേക്ക് നീങ്ങുകയാണ്. സിദ്ദിഖ് ഒളിവിലാണ് എന്നുള്ളതാണ് സൂചന. കാക്കനാട്ടെ വീട്ടിൽ സിദ്ദിഖ് ഇല്ല, ആലുവയിലെ വീട്ടിലും സിദ്ദിഖ് ഇല്ല. പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ സിദ്ദിഖിനെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വിമാനത്താവളങ്ങളിലും ലുക്കൌട്ട് സർക്കുലർ നൽകിയിട്ടുണ്ട്. രാജ്യം വിട്ടോ എന്ന സംശയവും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വിമാനത്താവളങ്ങളിലും ലുക്കൌട്ട് സർക്കുലർ നൽകിയിരിക്കുന്നത്. 2016 സംഭവത്തിന്റെ പേരിലാണ് ഇപ്പോൾ സിദ്ദിഖ് അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. സിദ്ദിഖിനെ കൂടാതെ മറ്റ് നടന്മാർക്കെതിരെ പീഡന പരാതി ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാ നടന്മാർക്കും മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു. എന്നാൽ സിദ്ദിഖിന് മാത്രം മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ല. ഗൗരവ സ്വഭാവമുള്ള പരാതിയും പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുള്ള കേസുമാണെന്നുമാണ് ഹൈക്കോടതി ഇന്ന് വിധി പ്രസ്താവത്തിൽ പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷമാണ് ഇരയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായത്. അതിനാൽ തന്നെ ഇരയുടെ വെളിപ്പെടുത്തലിൽ വിശ്വസനീയമായ കാര്യങ്ങളുണ്ട് എന്നും ഇരയെ അവിശ്വസിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നും ഹൈക്കോടതി വിലയിരുത്തുകയുണ്ടായി. കേസിലെ ആരോപണം ശരിയെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കുമെന്നും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. പരാതി പുറത്തു പറയാൻ കാലതാമസം എടുത്തതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് സിദ്ദിഖ് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതിനെ കൂടാതെ തന്നെ നേരത്തെ ഈ പരാതി പുറത്തു വന്നതാണ്. പക്ഷേ അന്ന് ബലാത്സംഗ ആരോപണം ഉണ്ടായിരുന്നില്ല എന്നും സിദ്ദിഖ് കോടതിയിൽ വാദിച്ചു. എന്നാൽ സിദ്ദിഖിന്റെ വാദഗതികൾ കോടതി അംഗീകരിക്കുവാൻ തയ്യാറായിരുന്നില്ല. സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. അതിനാൽ തന്നെയാണ് അന്വേഷണ സംഘം നേരിട്ട് 2 വീടുകളിലും ചെന്നത്. പക്ഷേ 2 വീടുകളിലും സിദ്ദിഖ് ഇല്ല എന്ന വിവരം അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. മറ്റു പലയിടങ്ങളിലും സിദ്ദിഖിനായിട്ട് അന്വേഷണ സംഘം പരിശോധന നടത്തുന്നുമുണ്ട്. അതിനിടെയാണ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു. ഒപ്പം സിദ്ദിഖിന്റെ വീട്ടിൽ നിന്ന് നവമി, തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദും ചേരുന്നുണ്ട്. ഡാനി, വളരെ സുപ്രധാനമായ ഒരു ഉത്തരവാണല്ലോ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായി അംഗീകരിക്കുന്നതിനൊപ്പം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഇത് തന്നെയല്ലേ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്? മഞ്ജുഷ, അങ്ങനെ തന്നെയാണ്. കാരണം ഇതിൽ പ്രോസിക്യൂഷൻ പ്രത്യേകിച്ച് അതിൽ സമർപ്പിച്ചിരിക്കുന്ന വാദങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ കാര്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നടത്തുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ പരാതിക്കാരി പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന വിശദമായിട്ട് തന്നെ നടന്നു. തിരുവനന്തപുരത്ത് അടക്കം അതിൻ്റെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. അപ്പോൾ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ, ഈ നടി പറയുന്ന കാര്യങ്ങളുടെ ഒരു കൃത്യത, ഇതെല്ലാം തന്നെയാണ് പ്രോസിക്യൂഷൻ സിദ്ദിഖിന്റെ മറുവാദത്തിന് ബദലായി സമർപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ച് സിദ്ദിഖ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, തനിക്കെതിരെ ബോധപൂർവമായ ഒരു ഗൂഢാലോചനയാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത്. ആദ്യം ഉന്നയിച്ച പരാതിയിൽ ബലാത്സംഗ കുറ്റം അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്നുള്ള ഒരു ആക്ഷേപം കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതടക്കം പറഞ്ഞിരുന്നു. പരാതി നൽകുവാൻ വൈകി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഉയർത്തിയ തെളിവുകളും അതോടൊപ്പം തന്നെ സിദ്ദിഖ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇതിൽ കോടതി 2ലേക്കും ചെന്നിട്ട് എത്തി. അതിൽ കോടതിയുടെ അനുമാനം എന്ന് പറയുന്നത് ഇതിൽ ഗൗരവതരമായ ഒരു കേസാണിത്. അതീവ ഗൗരവത്തോടുകൂടി തന്നെ സമീപിക്കേണ്ടതാണ്. പരാതി നൽകാൻ വൈകി എന്ന് പറയുന്നത് ഒരിക്കലും ഇതിൻ്റെ ഒരു ഗൗരവത്തെ ഇല്ലാതാക്കുന്നില്ല. അതോടൊപ്പം തന്നെ അതിജീവിതയെ അവഹേളിക്കുന്ന രീതിയിലേക്ക്, അവരെ പരിഹസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടുള്ളതല്ല എന്നെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സിദ്ദിഖ് ആവശ്യപ്പെട്ട മുൻകൂർ ജാമ്യം തള്ളിയത്. ഇതിൽ ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ അവർക്ക് കൃത്യമായ രീതിയിൽ തന്നെ കേസുമായി മുന്നോട്ട് പോകാമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അതനുസരിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം ഇപ്പോൾ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ, ഒരുപക്ഷെ അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നത്. നിലവിൽ ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിൽ സിദ്ദിഖ് ഇപ്പോൾ ഒളിവിലാണ് എന്നതാണ് നിലവിൽ ലഭ്യമാകുന്നത്. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. 2016 ജനുവരി 28 തിരുവനന്തപുരം മസ്കോട്ട് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് നടി നൽകിയിരിക്കുന്ന പരാതി. സിനിമയിൽ അവസരം നൽകാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയായിരുന്നു മസ്കോട്ട് ഹോട്ടലിലേക്ക് എന്നുള്ളതാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്.
ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള സാക്ഷിമൊഴികൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിരുന്നു. 4 പേരുടെ സാക്ഷിമൊഴികൾ വിശ്വസനീയമാണ് എന്നുള്ള കാര്യമാണ് ഹൈക്കോടതിയുടെ മുൻപാകെ വന്നത്. അതുപോലെ തന്നെ മസ്കൌട്ട് ഹോട്ടലിൽ സിദ്ദിഖ് മുറിയെടുത്തിരുന്നതിന്റെ തെളിവും ഹോട്ടൽ രേഖകളും അന്വേഷണ സംഘത്തിന് കിട്ടിയിരുന്നു. ഇതും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കുന്നതിനു വേണ്ടി അന്വേഷണ സംഘം ഹാജരാക്കിയിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. അങ്ങനെ പീഡനക്കേസിൽ നടൻ സിദ്ദിഖ് അറസ്റ്റിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ നവമി ദിനേശ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. നവമി ഉള്ളത് കാക്കനാട്ടെ സിദ്ദിഖിന്റെ വീടിന് മുന്നിലാണോ അതോ ആലുവയിലാണോ ഉള്ളത്? സിദ്ദിഖ് എവിടെയാണ് എന്നതിനെ പറ്റി അന്വേഷണ സംഘത്തിന് ഒരു വിവരവും ഇല്ല എന്നാണോ? പക്ഷെ അന്വേഷണ സംഘത്തിന് നേരെ മുൻപൊരു വിമർശനം ഉണ്ടായിരുന്നു. കാരണം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിട്ട് പോലും അത് വിനിയോഗിച്ചില്ല. നേരത്തെ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം കിട്ടുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു എന്ന് നേരത്തെ ഒരു വിമർശനം ഉയർന്നതാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ? മഞ്ജുഷി, പരാതിക്കാരി അടക്കം അല്പസമയത്തിന് മുൻപ് വന്നാണ് മാധ്യമങ്ങൾ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം സിദ്ദിഖിന് അനുകൂലമായിട്ടുള്ള ചില രീതികളിലേക്ക് കടക്കുന്നുണ്ട്. രഹസ്യ സ്വഭാവമായി പറഞ്ഞ പല മൊഴികളും മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ഒരു ആശങ്കയുണ്ടെന്ന് പരാതിക്കാരി പറയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും സിദ്ദിഖ് ഇപ്പോൾ ആലുവയിലെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് പടമുകളിലെ സിദ്ദിഖിന്റെ വീട്ടിന് മുന്നിലാണ്. പക്ഷെ ഇവിടെ സിദ്ദിഖ് ഇല്ല. രാവിലെ മുതൽ ഇവിടെ നിന്ന് സിദ്ദിഖ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷെ ഇന്നലെ വൈകുന്നേരവും സിദ്ദിഖ് ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എത്തിയ മുതൽ, അതായത് ഈ ജാമ്യ ഹർജി തള്ളി എന്ന് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടെ എത്തിയത്. പക്ഷെ സിദ്ദിഖിനെയോ ഈ വീട്ടിൽ ആരുമില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ആലുവയിലെ സിദ്ദിഖിന്റെ വീട്ടിലും സിദ്ദിഖ് എത്തിയിട്ടില്ല എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അവിടെ പോലീസ് സംഘം അവിടെ എത്തിയിരുന്നു. പക്ഷേ അവിടെയും സിദ്ദിഖ് ഇല്ല എന്നുള്ളൊരു വിവരം സ്ഥിരീകരിക്കാം. പക്ഷെ എവിടെയാണ് സിദ്ദിഖ് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. എന്തായാലും അഭിഭാഷകനെ സമീപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അഭിഭാഷകരുമായി കൂടിക്കാഴ്ചയിലാണോ അതോ മറ്റെവിടെയെങ്കിലും രഹസ്യമായി ഇരിക്കുകയാണോ സിദ്ദിഖ് എന്നതും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ടു എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇനി സുപ്രീം കോടതിയിൽ കൂടി സിദ്ദിഖ് പോയ സാഹചര്യത്തിൽ അത് സുപ്രീം കോടതിയുടെ വിധി കൂടി വന്നതിന് ശേഷം മാത്രം മതിയോ അറസ്റ്റ് എന്നാണോ അന്വേഷണ സംഘത്തിന്റെ നീക്കമെന്നും അറിയാൻ കഴിയുന്നില്ല. പക്ഷേ അന്വേഷണ സംഘം സിദ്ദിഖിന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണോ അല്ലെങ്കിൽ സിദ്ദിഖിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പഴുതുകൾ ഒരുക്കി നൽകുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ജാമ്യ ഹർജി തള്ളിയതിനു ശേഷം ഇത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സിദ്ദിഖ് എവിടെയാണെന്ന് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് സിദ്ദിഖ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഉണ്ടായിരുന്നുവല്ലോ. ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ പൊതുദർശന സമയത്ത് സിദ്ദിഖ് വന്നതാണ്. കളമശ്ശേരിയിൽ ടൗൺ ഹാളിൽ അദ്ദേഹം എത്തിയിരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ ഉണ്ടായിരുന്ന സിദ്ദിഖ് ഇന്ന് കൊച്ചി വിട്ടു പോയി എന്നാണോ ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത്? അതോ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരിക്കും, അങ്ങനെയാണോ? മനുഷ്യൻ കൊച്ചി വിട്ട് പോകാനുള്ളൊരു സാധ്യതയില്ല. കാരണം ഇന്ന് രാവിലെ വരെ കൊച്ചിയിൽ ഉണ്ടായിരുന്നു, ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സിദ്ദിഖ്. ഈ വിധി വന്നതിന് ശേഷമാണ് സിദ്ദിഖിനെ കാണാതാകുന്നത്. അങ്ങനെയാണെങ്കിൽ അന്വേഷണ സംഘത്തിന് കൃത്യമായി അറിയാം, അല്ലെങ്കിൽ അന്വേഷണ സംഘം ഇനി സിദ്ദിഖ് എവിടെയാണെന്ന് അന്വേഷണ സംഘത്തിന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നും നമുക്ക് വ്യക്തമായിട്ടില്ല. എന്തായാലും സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. എയർപോർട്ടുകളിൽ ലുക്കൌട്ട് നോട്ടീസും ഇറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനോടകം തന്നെ നിലനിൽക്കുന്നുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാകുന്നുണ്ട്. എന്തായാലും അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സിദ്ദിഖിന്റെ അറസ്റ്റ് ഇന്നുണ്ടാകാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മറുവശത്ത് ഇനി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കുമോ അറസ്റ്റ് എന്നതും ഒരു സാധ്യത നിൽക്കുന്നുണ്ട്. കാരണം ദിലീപിന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു സംഭവിച്ചത്. സുപ്രീം കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും 2-3 ദിവസം ചോദ്യം ചെയ്തതിന് ശേഷമായിരുന്നു ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അങ്ങനെയാണോ സിദ്ദിഖിന്റെ കാര്യത്തിലും ഒരു അറസ്റ്റ് ഉണ്ടാകുക എന്നുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ സിദ്ദിഖ് എവിടെയാണെന്നതിൽ വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസം കവിയൂർ പൊന്നമ്മ മരിച്ച സമയത്ത്, പൊതുദർശന സമയത്ത് സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു. വളരെ ഒരു പ്രതികരണമൊന്നും തരാതെ, അല്ലെങ്കിൽ മാധ്യമങ്ങളോടൊരു പ്രതികരണം തരാതെ, വലിയ ഒരു സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു സിദ്ദിഖിനെ നമ്മൾ അവിടെ കണ്ടത്. പക്ഷേ സിദ്ദിഖ് ഇന്ന് രാവിലെ കൂടി ഈ വീട്ടിലുണ്ടായിരുന്നു. പിന്നീടാണ് ഈ കോടതി ഈ ഹർജി പരിഗണിക്കുന്ന സമയങ്ങളിലാണ് സിദ്ദിഖ് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത്. പക്ഷെ ഇപ്പോഴും സിദ്ദിഖ് എവിടെയാണെന്നത് അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ പോലീസിന് പോലും കൃത്യമായി അറിയാൻ സാധിച്ചിട്ടില്ല. അതോ അന്വേഷണ സംഘം മാധ്യമങ്ങൾക്ക് അത് വെളിപ്പെടുത്താത്തതാണോ എന്നും സംശയമുണ്ട്. എന്തായാലും
സിദ്ദിഖിന്റെ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം. പക്ഷെ അത് ഏത് വിധത്തിലായിരിക്കും അന്വേഷണ സംഘം. ശരി നവമി, ഒരു ഏറ്റവും പുതിയതായിട്ട് ഒരു വിവരം വരുന്നുണ്ട്. സിദ്ദിഖ് എവിടെയാണ് എന്നുള്ള കാര്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. ഒരു ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ട് എന്ന വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് അന്വേഷണ സംഘം എത്തുകയാണ്. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ സിദ്ദിഖിനെ കസ്റ്റഡിയിൽ എടുക്കുവാനുള്ള സാധ്യതയാണ് ഉള്ളത്. നടൻ സിദ്ദിഖ് അറസ്റ്റിലേക്ക് നീങ്ങുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി നടൻ സിദ്ദിഖ് പീഡന കേസിൽ അറസ്റ്റിലാകാൻ പോവുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖ് ഇപ്പോൾ ഉള്ള സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. മുൻകൂർ ജാമ്യം കിട്ടാതെ വന്നതോടുകൂടി സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അതിനുശേഷം സിദ്ദിഖ് എവിടെയാണ് എന്നുള്ള കൃത്യമായ വിവരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ സിദ്ദിഖ് ഒളിവിലാണ് എന്നുള്ള സൂചനയായിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരുന്നത് അന്വേഷണ സംഘം. പക്ഷേ ഉടൻ തന്നെ അറസ്റ്റിലാകും എന്നുള്ളത് തന്നെയാണ്. ഇന്ന് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ സിദ്ദിഖ് അറസ്റ്റിലാകുവാനുള്ള സൂചനയാണ് ഉള്ളത്. അതിനു മുൻപ് തന്നെ സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. സിദ്ദിഖ് ഒരു ഹോട്ടലിൽ ഉണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനാൽ തന്നെ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങാൻ പോവുകയാണ്. സിദ്ദിഖ് എവിടെ എന്നുള്ള ചോദ്യത്തിന് ഏതാണ്ട് വിരാമമാവുകയാണ്. പീഡന കേസിൽ അറസ്റ്റിലാകാൻ പോവുകയാണ്. മറ്റു നടന്മാർക്ക് ജാമ്യം കിട്ടിയപ്പോഴും മുൻകൂർ ജാമ്യം കിട്ടിയപ്പോഴും സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ ഗൗരവമുള്ളതാണ് പരാതി എന്ന് പരിഗണിച്ചുകൊണ്ട് തന്നെ ഹൈക്കോടതി തള്ളിക്കളയുകയായിരുന്നു. അങ്ങനെയാണ് സിദ്ദിഖ് അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ സിദ്ദിഖ് ഉണ്ടായിട്ടുകൂടി മുൻകൂർ ജാമ്യത്തിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു പോലീസ് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻകൂർ ജാമ്യം തള്ളപ്പെട്ടതോടുകൂടി സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കം ഊർജിതമാക്കിയിരിക്കുകയാണ്. സുപ്രീം കോടതിയെ സമീപിച്ചാൽ ഒരുപക്ഷേ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വരുന്നത് വരെ അറസ്റ്റ് ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട് പോലീസിനുണ്ടാകും. അത് മറികടക്കുന്നതിന് വേണ്ടിയാണ് വിധിയുടെ പകർപ്പ് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത് എന്ന് വേണം കരുതാൻ. മുഖം രക്ഷിക്കുവാനുള്ള ഒരു ശ്രമം കൂടി ഇവിടെ അന്വേഷണ സംഘം നടത്തും. അതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഉടൻ തന്നെ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുവാനുള്ള ശ്രമത്തിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ നിന്ന് മറ്റൊരിടത്തേക്കും സിദ്ദിഖ് മാറിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിവരം. എയർപോർട്ടുകളിൽ ലുക്കൌട്ട് സർക്കുലർ നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും സിദ്ദിഖ് അങ്ങനെ രാജ്യം വിട്ടു പോകുവാനുള്ള സാധ്യത ഇല്ല എന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞു. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കത്തിലേക്ക് പോവുകയാണ്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുവാനായിരിക്കും അന്വേഷണ സംഘം ശ്രമിക്കുക. മുൻകൂർ ജാമ്യം തള്ളിയതിനാൽ തന്നെ ഇനി അറസ്റ്റിലായി കഴിഞ്ഞാൽ ജാമ്യം കിട്ടുവാനുള്ള സാധ്യത അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല എങ്കിൽ പോലും അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകർക്ക് അറിയാം. അതിനാൽ തന്നെ ഉടൻ തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകുവാനുള്ള ഒരു സാധ്യത കൂടി തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ അതിനിടെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കത്തിലേക്ക് പോവുകയാണ്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, കൊച്ചിയിൽ തന്നെ സിദ്ദിഖ് ഉണ്ടെന്നാണോ? നിലവിൽ ലഭിക്കുന്ന ഒരു സൂചനകൾ ആ രീതിയിൽ തന്നെയാണ്. കാരണം ഇതിൽ ഇന്ന് പോലീസ് പരിശോധിക്കുമ്പോൾ ഇതിൽ ഒരു അവസാന ഒരു ടവർ ലൊക്കേഷൻ എന്ന് പറയുന്നത് അത് കൊച്ചിയിൽ തന്നെയായിരുന്നു, തന്നെ പാലാരിവട്ടത്തായിരുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന ഒരു വിവരങ്ങൾ അത് അങ്ങനെ തന്നെയാണ്. അതായത് കൊച്ചി വിട്ട് പോയിട്ടില്ല എന്നൊരു സൂചനകളിലേക്ക് തന്നെ പോലീസ് വ്യക്തമായി ടവർ ലൊക്കേഷൻ നോക്കി മനസ്സിലാക്കിയിരുന്നു. അതനുസരിച്ചുള്ളൊരു പരിശോധനയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവിടെ ഒരു ഹോട്ടലിൽ തന്നെ സിദ്ദിഖ് ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരങ്ങൾ എന്ന് പറയുന്നത്. വൈകാതെ തന്നെ സിദ്ദിഖിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുക എന്നത് തന്നെയാണ് പോലീസ് ഈ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇനി അത് നിരവധിയായ ഒരു പഴി ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിനടക്കം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെയും നമ്മൾ പരാതിക്കാരി സംസാരിക്കുമ്പോഴെല്ലാം തന്നെ പറഞ്ഞിരുന്നു സിദ്ദിഖിന് ജാമ്യം ഒരുക്കി കൊടുക്കുന്നതിൽ, അങ്ങനെ ഒരു കളം ഒരുക്കി കൊടുക്കുന്നതിൽ അന്വേഷണ സംഘം ഉൾപ്പെടുന്നു എന്ന രീതിയിൽ തന്നെയായിരുന്നു അവർ പരാതി പറഞ്ഞത്. അതായത് DGPക്ക് അടക്കം അവർ പരാതി നൽകുന്നു, അവർ നൽകുന്ന മൊഴിയടക്കം പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അത്തരം രീതിയിലേക്ക് യാതൊരു രീതിയിലേക്ക് ഒരു ഇളവുമില്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോവുക എന്നതാണ്. പ്രത്യേകിച്ച് സുപ്രീം കോടതിയെ അടക്കം സമീപിക്കാൻ പോകുന്നു എന്ന സൂചനകൾ സിദ്ദിഖുമായി ബന്ധപ്പെട്ട
നിയമവിദഗ്ധർ നൽകുന്നുണ്ട്. ആ രീതിയിലേക്ക് പോകുമ്പോൾ വിധി പകർപ്പ് ലഭിച്ചതിന് ശേഷമായിരിക്കും അങ്ങനെ പോവുക എന്ന് പറയുന്നു. ശരി, അതിനു മുൻപ് തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ മുകേഷിന്റെ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. പക്ഷേ മുകേഷിന് മുൻകൂർ ജാമ്യമുണ്ട്. മുകേഷിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അറസ്റ്റ് ചെയ്താലും മുകേഷിന് കോടതിയിൽ നിന്ന് ജാമ്യം നേടാം. കാരണം നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളതാണ്. പക്ഷേ മുകേഷിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉള്ളതാണ്. മുകേഷിനെ ചോദ്യം ചെയ്യുന്നു. മുകേഷ് അറസ്റ്റിലായി എന്നുള്ള സൂചനയും വരുന്നുണ്ട്. മുകേഷിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് മുൻകൂർ ജാമ്യത്തിന്റെ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ മുകേഷിന് ജാമ്യം നേടി പുറത്തു വരുവാൻ കഴിയും. ജയിലിലേക്ക് പോകേണ്ട, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ മുകേഷിനില്ല. പക്ഷേ സിദ്ദിഖിന്റെ കാര്യം അങ്ങനെയല്ല. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് കൊണ്ട് തന്നെ അറസ്റ്റിലായാൽ ജാമ്യം കിട്ടുന്ന കാര്യം സംശയം ഇപ്പോൾ ഉണ്ട്. പക്ഷേ സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള നീക്കം അതിനിടെ നടക്കുന്നുണ്ട്. സിദ്ദിഖിന്റെ ഹോട്ടൽ, സിദ്ദിഖ് എവിടെയാണ് താമസിക്കുന്നത് എന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ് പോലീസ്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് സിദ്ദിഖിനെ കണ്ടെത്തുവാനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. പോലീസ് സംഘം ഇപ്പോൾ ഹോട്ടലിലേക്ക് നീങ്ങുകയാണ്. ഏത് സമയം വേണമെങ്കിലും സിദ്ദിഖിന്റെ അറസ്റ്റ് ഉണ്ടാകും. താമസിക്കുന്ന ഹോട്ടൽ ലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞു അന്വേഷണ സംഘം. വി വിനോദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, നിർണായകമായ ഒരു നീക്കം നടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. പ്രമുഖനായ ഒരാളാണ് അറസ്റ്റിലാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭരണതലത്തിൽ നിന്ന് പോലും ഒരു നിർദ്ദേശം ഇക്കാര്യത്തിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണല്ലോ പോലീസിന്. അതിനാലാണല്ലോ അതിവേഗത്തിൽ ഇത്തരത്തിലുള്ള നീക്കവുമായി പോലീസ് സംഘം മുന്നോട്ട് പോകുന്നത്. മഞ്ജുഷ, സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനുള്ള നടപടികളാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. മുകേഷ് അറസ്റ്റിലായി. മുകേഷ് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിൽ മുകേഷിനെ ചോദ്യം ചെയ്തു വരികയായിരുന്നു. പീഡന പരാതിയിലാണ് മുകേഷിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. നേരത്തെ മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു മുകേഷിന്. ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷം മുകേഷ് പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ലൈംഗിക അതിക്രമ കേസിൽ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പക്ഷേ മുൻകൂർ ജാമ്യം മുകേഷിന് അനുവദിച്ചിട്ടുള്ളതാണ്. നിയമ നടപടികൾ തുടരും. ചോദ്യം ചെയ്തിരുന്നു വിശദമായിട്ട്. ഏതാണ്ട് 3 മണിക്കൂറിലേറെ നേരമായിരുന്നു മുകേഷിനെ ചോദ്യം ചെയ്തത്. മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം. പക്ഷേ മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ തന്നെ മുകേഷിന് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. സിദ്ദിഖിനെ ഏത് സമയത്ത് വേണമെങ്കിലും പോലീസിന് അറസ്റ്റ് ചെയ്യാം. അതിനുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് മുകേഷിനെ വിട്ടയച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ മുകേഷിനുള്ളതിനാൽ മുകേഷിനെ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി മുകേഷിനെ വിട്ടയച്ചിരിക്കുകയാണ്. ബലാത്സംഗ കേസിൽ മുകേഷ് MLA അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരിക്കുകയാണ് പോലീസ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, ഇത് പ്രതീക്ഷിച്ചതാണ്. മുകേഷിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയായിരുന്നു വിവരങ്ങൾ. ഇപ്പോൾ എന്തെല്ലാം നടപടിക്രമങ്ങളാണ് പൂർത്തിയായിട്ടുള്ളത്? മഞ്ജുഷ, സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യമാണിത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യത്തിന്റെ ബലമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുന്ന ഒരു പ്രൊസീജിയർ ആയിരിക്കും നടക്കുക. എന്തായാലും മെഡിക്കൽ സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടാവുക. എന്തായാലും രാവിലെ 10 മണിയോട് കൂടിയാണ് മുകേഷിനെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. SIT-യിൽ AIG പൂങ്കുഴലി IPS നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ തീരദേശ പോലീസ് ഓഫീസിന്റെ ആസ്ഥാനത്ത് വെച്ച് ചോദ്യം ചെയ്യൽ നടത്തിയത്. ചോദ്യം ചെയ്തത് 10 മണിക്ക് തുടങ്ങി ഇപ്പോൾ ഏകദേശം 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇത്രയും സമയം മുകേഷിനെ ചോദ്യം ചെയ്യാൻ രാവിലെ ഈ 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന്റെ ഒടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം മുൻകൂർ ജാമ്യത്തിന്റെ ബലത്തിൽ വിട്ടയക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ആനുകൂല്യത്തിൽ വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി മെഡിക്കൽ പരിശോധന കൂടി പൂർത്തിയാക്കാനുണ്ട്. അതിനുശേഷം നേരത്തെ തന്നെ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നതുമാണ്. അതായത് മെഡിക്കൽ സംഘത്തെ തയ്യാറാക്കി വെക്കാൻ പോലീസുകാരോട് SIT അന്വേഷണ സംഘം അറിയിച്ചിരുന്നതായി നേരത്തെ തന്നെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അറസ്റ്റ് ചെയ്യുമെന്ന് ഉള്ള കാര്യം വ്യക്തമായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ എന്തായാലും ഫർദർ നടപടികൾക്ക് ശേഷം വിട്ടയക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ശരിയാണ്. മുകേഷിന്റെ കാര്യത്തിൽ സാങ്കേതികത്വമാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പീഡന പരാതിയിൽ ഒരു MLA അറസ്റ്റിലാവുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തി മുൻകൂർ ജാമ്യത്തിന്റെ ബലമുള്ളതുകൊണ്ട് മുകേഷിനെ വിട്ടയക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പരാതി ഗൗരവമുള്ളതല്ല എന്ന് ഇതിനർത്ഥമില്ല. ഒരു പ്രമുഖ നടനും
ഭരണപക്ഷത്തിന്റെ MLA-യുമായ ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി അന്വേഷണ സംഘം വിട്ടയക്കുകയാണ് ചെയ്തത്. അല്പസമയത്തിനകം മറ്റൊരു പ്രമുഖ നടൻ കൂടി അറസ്റ്റിലാകാൻ പോവുകയാണ്. സിദ്ദിഖ് എവിടെ? സിദ്ദിഖിനെ കാണാനില്ല എന്ന് കാട്ടി ലുക്കൌട്ട് സർക്കുലറും പുറപ്പെടുവിച്ചു കഴിഞ്ഞു പോലീസ്. അതിനിടെയാണ് സിദ്ദിഖ് എവിടെയാണ് എന്നുള്ള വിവരം പോലീസിന് കിട്ടിയിരിക്കുന്നത്. ഹോട്ടൽ ലൊക്കേറ്റ് ചെയ്തു, അങ്ങോട്ട് പോലീസ് സംഘം തിരിച്ചിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിന് ശേഷം മുകേഷ് പുറത്തു വരുന്ന ദൃശ്യമാണ് ഇപ്പോൾ കണ്ടത്. അതിന്റെ സാങ്കേതികത്വം, അറസ്റ്റിന്റെ സാങ്കേതികത്വം പൂർത്തിയാക്കി മുകേഷിനെ പോലീസ് വിട്ടയക്കും. എന്തായാലും ഈ വിഷയത്തിൽ പീഡന പരാതികൾ ഉയർന്നതിന് ശേഷം ഇപ്പോഴാണ് അന്വേഷണ സംഘം കൂടുതൽ ഉണർന്നിരിക്കുന്നത്. പക്ഷേ അതിനിടെ തന്നെ സിദ്ദിഖ് ഒഴിച്ച് ബാക്കി എല്ലാ നടന്മാർക്കും മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു. ഇതിൽ അന്വേഷണ സംഘത്തിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. സിദ്ദിഖിനെതിരെയുള്ള പരാതി അതിൽ തെളിവുകൾ ഉള്ളതാണ്, പ്രഥമദൃഷ്ട്യാ തെളിവുകൾ ഉള്ളതാണ്, സാക്ഷികളും ഉള്ളതാണ്. പക്ഷേ എന്നിട്ടും അന്വേഷണ സംഘത്തിൽ മെല്ലെപ്പോക്കുണ്ട് എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷന് കൃത്യമായി തന്നെ ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പോലീസിന്റെ വിജയം കൂടിയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ സിദ്ദിഖിന്റെ തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി. അങ്ങനെയാണ് സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. മുകേഷിലേക്ക് വരികയാണെങ്കിൽ മുകേഷ് അറസ്റ്റിലായി, സാങ്കേതികമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മുൻകൂർ ജാമ്യം മുകേഷിനുള്ളതിനാൽ അദ്ദേഹത്തിന് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല. സിദ്ദിഖിന്റെ കാര്യത്തിൽ കൂടുതൽ കുരുക്കാവുകയാണ് നടന്. അറസ്റ്റിലായി കഴിഞ്ഞാൽ ജാമ്യം കിട്ടുന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസ് എന്തായാലും സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. സുപ്രീം കോടതിയിലേക്ക് പോകുവാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ വന്നിട്ടില്ല. വിധി പകർപ്പ് കിട്ടിയാൽ ഉടൻ സുപ്രീം കോടതിയെ എന്തായാലും സിദ്ദിഖ് സമീപിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രമുഖരായ അഭിഭാഷകരാണ് സിദ്ദിഖിന് വേണ്ടി ഹാജരായിരുന്നത്. പക്ഷേ മുൻകൂർ ജാമ്യം ഹൈക്കോടതി നൽകുവാൻ തയ്യാറായിട്ടില്ല. ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. സിദ്ദിഖിന്റെ ജാമ്യ ഹർജി തള്ളിയതിൽ സന്തോഷമുണ്ടെന്നാണ് പരാതി നൽകിയ നടി പറഞ്ഞത്. ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടിയിരുന്നു എന്ന് നടി പറയുകയും ചെയ്തിട്ടുണ്ട്. പല വിവരങ്ങളും പുറത്തു പോയിട്ടുണ്ട് എന്ന ഗുരുതരമായ കാര്യവും നടി പറഞ്ഞു. പരാതി നൽകിയ നടിയുടെ ഹർജി കോടതി അംഗീകരിക്കുകയായിരുന്നു. പരാതിയിൽ ഗൗരവമുണ്ട് എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. പരാതി നൽകാൻ വൈകിയത് അത് നിയമപരമായി തെറ്റുള്ള കാര്യമല്ല. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നും ഹൈക്കോടതി വിധിയിൽ പറയുന്നുണ്ട്. നടിയുടെ പ്രതികരണത്തിലേക്ക്. ജാമ്യം ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ SITക്ക് എതിരെ ആക്ച്വലി എനിക്ക് ഇൻവെസ്റ്റിഗേഷനിൽ കംപ്ലൈന്റ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവർ ഈ ഇലക്ട്രോണിക് എവിഡൻസ് പിന്നെ പ്രതിക്ക് നശിപ്പിക്കാനാണെങ്കിലും ഒക്കെ ഉള്ള സമയം ധാരാളം കൊടുത്തിട്ടുണ്ട്. അപ്പം അത് മാത്രമല്ല, ഇപ്പം ഈ ഒരു ടൈമിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാക്ഷികളെ ആണെങ്കിലും ഒക്കെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉള്ളൊരു ടൈം അതൊരു ഫാക്ടർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് അതിനെതിരെ എനിക്കൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. ഞാനത് DGPക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ജാമ്യം നിഷേധിച്ച ഈ ഒരു വിധിയോടെ എനിക്ക് ഇതുകൊണ്ട് ഐ എം ഹാപ്പി ആൻഡ് നീതി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിദ്ദിഖിനെതിരെ പരാതി നൽകിയ നടിയുടെ പ്രതികരണമാണ് കേട്ടത്. തിരുവനന്തപുരത്തെ മസ്കോട്ട് ഹോട്ടലിൽ വെച്ച് 2016 ജനുവരി 28-ന് പീഡിപ്പിച്ചു എന്നായിരുന്നു നടിയുടെ പരാതി. ഈ കേസിലാണ് ഇപ്പോൾ സിദ്ദിഖ് അറസ്റ്റിലാകാൻ പോകുന്നത്. സാക്ഷി മൊഴികൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഹോട്ടൽ ജീവനക്കാരുടെ മൊഴിയുണ്ടായിരുന്നു. ഹോട്ടൽ രേഖകളും സിദ്ദിഖിന് എതിരായി വരികയായിരുന്നു. അവിടെ റൂം എടുത്തതിന് തെളിവുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ രേഖകൾ സഹിതം വാദിച്ചിരുന്നു. ഇക്കാര്യം അംഗീകരിച്ചുകൊണ്ടാണ് സിദ്ദിഖിന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകാതിരുന്നത് ഹൈക്കോടതി. സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാം എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇപ്പോൾ VV വിനോദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിനോദ്, ഭരണതലത്തിൽ പോലും കൂടുതൽ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇത്. നേരത്തെ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായ അതേ പോലത്തെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണല്ലോ. ഒരേ ദിവസം തന്നെ 2 പ്രമുഖരായ നടന്മാർ, അതിൽ ഒരാൾ ഭരണപക്ഷത്തെ MLA കൂടിയാണ്. അപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈ അന്വേഷണം ഒരു പുതിയ തലത്തിലേക്ക് നീങ്ങുന്ന ഒരു ദിവസമാണല്ലോ ഇത്. തലസ്ഥാനം കേന്ദ്രീകരിച്ച് ഏത് തരത്തിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ വിലയിരുത്തലുകളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് പോലീസ് തലപ്പത്ത് നടക്കുന്നത്? മഞ്ജുഷ, ദിലീപിന്റെ കേസിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ള ഒരു കേസിലാണ് സിദ്ദിഖ് ഉൾപ്പെട്ടിരിക്കുന്നത്. ദിലീപ് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഏർപ്പെട്ട ആളല്ല. അതിൽ കുറ്റം അങ്ങനെ പ്രേരണ കുറ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ കൊണ്ട് ചെയ്യിച്ചു എന്നുള്ളതാണ്. ഇവിടെ നേരെ തിരിച്ചാണ്. സിദ്ദിഖ് തന്നെ ഹോട്ടൽ മുറിക്കുള്ളിൽ മർദ്ദിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഈ നടി നൽകിയിട്ടുള്ള പരാതി.
പരാതിക്കാരി നേരത്തെയും ഈ തരത്തിൽ അവർ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ട് മുൻപ് വന്ന വെളിപ്പെടുത്തലുകൾ, അതിൻ്റെ ഒരു ഗൗരവം, ആ സമയത്താണ് ഇത് വീണ്ടും കൂടുതൽ ചർച്ചയാവുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് മ്യൂസിയം പോലീസ് കേസെടുക്കുന്നതും സിദ്ദിഖിനെതിരെയുള്ള അന്വേഷണം നടത്തുന്നതും. എല്ലാ തെളിവുകളും ഇതുവരെ ഉള്ള അന്വേഷണത്തിൽ തെളിവുകളെല്ലാം തന്നെ സിദ്ദിഖിന് എതിരാണ്. സിദ്ദിഖ് ഈ ഹോട്ടലിൽ താമസിച്ചതിന് തെളിവുണ്ട്, അതോടൊപ്പം തന്നെ ആ പെൺകുട്ടി അവിടെ എത്തിയതിന് തെളിവുണ്ട്, മറ്റ് 4 മൊഴികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ തരത്തിലെല്ലാമാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതുകൊണ്ട് മാത്രം അറസ്റ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യമല്ല, മറിച്ച് തെളിവുകളെല്ലാം തന്നെ സിദ്ദിഖിന് എതിരാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വഴി ഈ അറസ്റ്റിലേക്ക് പോവുക, അതിനുവേണ്ടിയുള്ള നടപടികൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. DIGയുടെ ഓഫീസിലാണ്, തിരുവനന്തപുരത്ത് DIGയുടെ അജിതാ ബീഗത്തിൻ്റെ ഓഫീസിന് മുന്നിലാണ് നമ്മളുള്ളത്. സ്പർജൻ കുമാർ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. ഈ ടീമുമായി ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥർ, പല ഉദ്യോഗസ്ഥരും കൊച്ചിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഏകോപനത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അവർക്ക് കൊച്ചിയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്ന നിലയുണ്ട്. ഏതായിരുന്നാലും അറസ്റ്റിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ്. സിദ്ദിഖ് ഇവിടെ ഒരു സിനിമയുടെ ആദ്യത്തെ ഷോ അതിനുവേണ്ടി വരികയും ഹോട്ടൽ ആ തിയേറ്ററിൽ നിന്ന് പിന്നീട് ഹോട്ടലിലേക്ക് വരികയും പെൺകുട്ടിയെ അവിടേക്ക് വിളിച്ചു വരുത്തുകയുമായിരുന്നു. സിനിമാ ചർച്ചകൾ എന്ന നിലയ്ക്കാണ് വന്നതെന്ന് പെൺകുട്ടി പറഞ്ഞു. ആ ഹോട്ടലിനുള്ളിൽ ക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് പെൺകുട്ടി പിന്നീട് വെളിപ്പെടുത്തിയത്. ഏതായിരുന്നാലും ഇപ്പോൾ സിദ്ദിഖിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. സുപ്രീം കോടതിയിൽ ഒരുപക്ഷെ വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ എന്ന നിലയിൽ അതിൻ്റെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോയാൽ പോലും അറസ്റ്റിന് സാങ്കേതികമായോ നിയമപരമായോ തടസ്സമില്ല. അതായത് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഇനി വളരെ പെട്ടെന്ന് തന്നെ സുപ്രീം കോടതിയിലേക്ക് അങ്ങനെയുള്ള ഒരു നിയമ നടപടി സ്വീകരിച്ച് മുൻകൂർ ജാമ്യത്തിനുള്ള ഒരു ശ്രമം നടത്തിയാൽ പോലും ആ ഒരു നടപടി അറസ്റ്റിന് തടസ്സമാകില്ല എന്നത് തന്നെയാണ് അതിൻ്റെ നിയമവശം. അതുകൊണ്ട് ഏത് നിമിഷവും സിദ്ദിഖ് അറസ്റ്റിലാകാനുള്ള സാധ്യതയാണ്. ലുക്കൌട്ട് സർക്കുലർ അത് ഇപ്പോൾ പുറത്തിറക്കിയതല്ല, ഈ കേസിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ പോലീസ് പുറത്ത് ഇറക്കിയിട്ടുള്ളതാണ്. വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ ഈ സർക്കുലർ നൽകിയിട്ടുണ്ട്. ആ നിലയ്ക്ക് പൂർണ്ണമായും രാജ്യം വിട്ടു പോകാതെ പ്രതിയെ പിടികൂടാനുള്ള എല്ലാ സാധ്യതകളും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ശരി, ബി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലേക്ക് പോവുകയാണ്. സിദ്ദിഖിന്റെ അറസ്റ്റ് ഏത് സമയത്ത് വേണമെങ്കിലും നടത്താം എന്നുള്ള വിവരമാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് കിട്ടുന്നത്. സിദ്ദിഖ് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞു. അന്വേഷണ സംഘത്തിന് അങ്ങോട്ട് തിരിച്ചിരിക്കുകയാണ്. ഒരു ഹോട്ടലിലാണ് സിദ്ദിഖ് ഉള്ളത്, പാലാരിവട്ടത്തെ ഒരു ഹോട്ടലിലാണ് സിദ്ദിഖ് ഉള്ളത് എന്ന വിവരമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഉള്ളത്. പ്രത്യേക അന്വേഷണ സംഘം അങ്ങോട്ട് തിരിച്ചിരിക്കുകയാണ്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ ഇക്കാര്യത്തിൽ? മഞ്ജുഷ, അന്വേഷണ സംഘം തെരച്ചിൽ തുടരുന്നു എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഒരു ടവർ ലൊക്കേഷൻ, സിദ്ദിഖിൻ്റെ മൊബൈൽ ഫോണിൽ ഒരു ലാസ്റ്റ് ടവർ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലാരിവട്ടം ഭാഗത്ത് വെച്ചാണ്. അപ്പോൾ ഇവിടേക്ക് എന്തിനു വന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഈ കാര്യങ്ങൾ, അതായത് തനിക്ക് ജാമ്യം നിഷേധിക്കപ്പെടുന്നു, അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ മറ്റു വഴികളില്ല എന്നത് കൃത്യമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹവുമായി ചർച്ച നടത്തുന്നവർ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. പിന്നീടുള്ള ഒരു ഇടവേള എന്ന് പറയുന്നത് സുപ്രീം കോടതി അടക്കം സമീപിക്കുക എന്നതാണ്. ചില കേസുകളിലെല്ലാം തന്നെ അത്തരം ഒരു ഇളവുകൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. കാരണം സുപ്രീം കോടതിയിൽ ഇതെന്ത് പറയുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. പക്ഷേ ഈ കേസിൽ മഞ്ജുഷ ഗുരുതരമായ പരാമർശങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഗൗരവതരമായ കേസാണെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു എന്നതാണ്. അത്തരമൊരു പരാമർശം സിദ്ദിഖിന് സുപ്രീം കോടതിയിലെയും പ്രതികൂലമായി തന്നെ ബാധിക്കും. മാത്രവുമല്ല, ഇതിൽ സിദ്ദിഖ് ഉയർത്തിയ ന്യായവാദങ്ങളെ പലതും ഹൈക്കോടതി ഖണ്ഡിച്ചിരിക്കുകയാണ്. അതിൽ പറയുന്നത് പ്രധാനമായും തന്നെ ഇത് പരാതി നൽകാൻ വൈകി എന്നത് അതൊരു കാരണമേ ആകുന്നില്ല. പരാതിപ്പെടാൻ വൈകിയത് ഇത് കേസിന്റെ മെറിറ്റിനെ ബാധിക്കുന്നില്ല. ഒപ്പം ഇങ്ങനെയൊരു പരാതിക്കാരിയെ അവഹേളിക്കുന്ന, അവരെ അപഹാസ്യരാക്കുന്ന ആ നടപടികളിലേക്ക് പോകാൻ പാടില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇത്തരം പരാമർശങ്ങൾ സിദ്ദിഖിന് സുപ്രീം കോടതിയിലും വലിയ വെല്ലുവിളികൾ ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നവരെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ താൽക്കാലികമായെങ്കിലും മാറി നിൽക്കുക എന്നൊരു ഉദ്ദേശം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അറസ്റ്റിലേക്കും അടക്കം പോവുകയാണെങ്കിൽ അത് ഒരു വീട്ടിൽ നിന്നോ മറ്റോ ആകരുത് എന്ന രീതിയിൽ ഒന്ന് മാറി നിൽക്കുക എന്നതായിരിക്കാം ഒരുപക്ഷെ കണക്ക് കൂട്ടുക. എന്തായാലും
ചില നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. കൃത്യമായ രീതിയിൽ തന്നെ അതിൻ്റെ ഒരു ഏകോപനം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. കൃത്യമായ രീതിയിലുള്ള ഏകോപനം സിദ്ദിഖിനെ കണ്ടെത്തുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. സിറ്റി ഷാഡോ പോലീസിന് അടക്കമുള്ള കാര്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, സൂചനകളുടെ അടിസ്ഥാനത്തിൽ സിദ്ദിഖിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അത് പാലാരിവട്ടം ഭാഗം കേന്ദ്രീകരിച്ചുള്ളൊരു ഹോട്ടലിനെ കുറിച്ചുള്ള സൂചനകളാണ് ആദ്യഘട്ടമായി അവർക്കായി എത്തിയിട്ടുള്ളത്. ഈ ഭാഗത്ത് കണ്ടു എന്ന രീതിയിൽ തന്നെയുള്ള സൂചനകളുണ്ട്. ശരി, സിദ്ദിഖിനായുള്ള തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ സിദ്ദിഖ് ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കരുതുന്നത്. അതിന് ഒറ്റ കാരണമാണ് ടവർ ലൊക്കേഷൻ അവസാനം ഇവിടെ തന്നെ കൊച്ചിയിലായിരുന്നു. ഇന്ന് രാവിലെയും ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷമാണ് സ്വിച്ച് ഓഫ് ആക്കിയത് എന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. ഇപ്പോൾ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരമുണ്ട്. മുകേഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയാണ്. കാരണം മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ. ഇപ്പോൾ മുകേഷിനെതിരെ പരാതി നൽകിയ നടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഇപ്പോൾ മുകേഷിനെ അറസ്റ്റ് ചെയ്തതിനോട് പ്രതികരിക്കുന്നത്? ഇപ്പോൾ അന്വേഷണ സംഘം കൃത്യമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതെ, എനിക്ക് സർക്കാരിനോടും SITയോടും വളരെയധികം ആത്മാർത്ഥമായിട്ട് ഈ ഒരു നിമിഷത്തിൽ നന്ദി പറയുന്നു. കാരണം ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഏത് കൊമ്പനായാലും ശരി ഞങ്ങൾ അവർക്കത് നടപടിയെടുക്കും എന്നുള്ള ആ വാക്ക് അവർ പാലിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നമ്മുടെ കേരളത്തിൽ വലിയൊരു ശുദ്ധികലാശം തന്നെ നടന്നിരിക്കുന്നു. കാരണം MLA പോലുള്ള ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ കേരളത്തിൽ ഓരോരുത്തരും വിചാരിക്കും നാളെ നമ്മുടെ ഗതിയും ഇങ്ങനെ തന്നെയാവുന്നു. അതുകൊണ്ട് ഇനി തൊട്ട് പെൺകുട്ടികൾക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടി സിനിമയിൽ നിന്നല്ല ഏത് ഫീൽഡിലായാലും അവർക്ക് ജോലി ചെയ്യാൻ കഴിയും. ഇനി നമ്മുടെ കേരളത്തില് ഇതുപോലത്തെ പ്രത്യേകിച്ച് ഫിലിം ഫീൽഡിൽ വർഷങ്ങളായിട്ട് കൊണ്ടുവരുന്ന ഒരു ഗുണ്ടായിസം തന്നെ മാറിക്കിട്ടി. കാരണം ഏറ്റവും വലിയ തലവന്മാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കേരളം ഫ്രീ ആയി. അതുപോലെ തന്നെ യഥാർത്ഥ കലാകാരികൾക്കും കലാകാരന്മാർക്കും സിനിമയിൽ വളരെ സ്വതന്ത്രമായിട്ട് കടന്നു വരാൻ ഒരു അവസരമാണ് കൊടുത്തിരിക്കുന്നത്. ഇതെനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഇത് ഇപ്പോൾ മുകേഷ് മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യം കിട്ടാതിരിക്കുന്നതിനുള്ള കാരണം അങ്ങനെ വരുന്നത് തന്നെ ഈ തെളിവ് നശിപ്പിക്കുവാൻ അവസരം ഉണ്ടാകും എന്നതാണല്ലോ. പക്ഷെ ഇപ്പോൾ മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് തന്നെ പോലീസ് കസ്റ്റഡിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല മുകേഷിന്. ഇത് ഈ കേസിനെ മോശമായിട്ട് അല്ലെങ്കിൽ എതിരായിട്ട് ബാധിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ലില്ല, കാരണം പണ്ടത്തെ പോലീസ് ഒന്നുമല്ല ഇപ്പോഴത്തെ പോലീസ്. പണ്ടത്തെ നിയമവുമല്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്താലും പണ്ടത്തെ ഒരു കളി ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ നടക്കില്ല എന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. പക്ഷെ നേരത്തെ താങ്കൾക്ക് ഈ അന്വേഷണ സംഘത്തിനെതിരെ താങ്കൾ പറഞ്ഞിരുന്നുവല്ലോ, ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അന്വേഷണ സംഘമെന്ന്. അങ്ങനെ ഒരു പരാതി ഇപ്പോൾ ഉണ്ടോ? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. കാരണം എന്താണെന്നറിയോ, എനിക്ക് എന്റെ ഫേസ്ബുക്ക് പെട്ടെന്ന് ഇതായി പോയപ്പോഴാ ഞാൻ പേടിച്ചു ഇനി എന്റെ ആരെങ്കിലും ഈ ഇവര് അപ്പീലിന് പോകണ്ടെന്ന് പറഞ്ഞല്ലോ ഇവരുടെ SITയോടെ. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. ഇനി ഇവർക്ക് വല്ല സമ്മർദ്ദം വന്നു, ആരുടെ ഇനി ഇൻഫ്ലുവൻസ് ആണോ, മുകേഷിന്റെ ഇൻഫ്ലുവൻസ് ആണോ? അത് സ്വാഭാവികമായിട്ട് ആരായാലും അങ്ങനെ ഒന്ന് തെറ്റിദ്ധരിക്കും. അത് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ വളരെ സ്പീഡായിട്ട് എനിക്ക് SITയോട് ഈ ഒരു നിമിഷത്തിൽ ഞാൻ ക്ഷമയും കൂടെ പറയുകയാണ്. കാരണം അവർ വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു. ശരി, ഇത്രയും കാര്യങ്ങൾ പ്രതികരിച്ചതിന് നന്ദി. എന്തായാലും മുകേഷിനെതിരെ പരാതി കൊടുത്ത നടിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് എന്നാണ് അവർ പറയുന്നത്. മുകേഷിന്റെ അറസ്റ്റ് ഇന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അറസ്റ്റ് ചെയ്ത് മുകേഷിനെ വിട്ടയക്കുകയാണ്. ബലാത്സംഗ കേസിലാണ് മുകേഷ് അറസ്റ്റിലായിരിക്കുന്നത്. മറ്റൊരു പ്രമുഖ നടനായ സിദ്ദിഖിന്റെ അറസ്റ്റ് ഏത് സമയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള കോടതി ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. കോടതിയുടെ വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അല്പസമയം മുമ്പാണ് ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതി അത് വെബ്സൈറ്റിൽ ഇട്ടിട്ടുള്ളത്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം നൽകിയാൽ അത് തെളിവ് നശിപ്പിക്കാൻ ഇടയാകും. അതുമാത്രമല്ല, ഈ സംഭവത്തെ പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ് പ്രതി ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് വിശ്വസനീയമല്ല. കാരണം എന്തൊക്കെയാണ് ഈ പ്രതിയെ വിശ്വസിക്കുവാൻ പറ്റിയ കാര്യങ്ങൾ എന്ന് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് തെളിവുകൾ കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ സമയത്ത് പരാതിക്കാരിയെ അവിശ്വസിക്കേണ്ട ഒരു കാര്യം ഇല്ല. ഇതിൽ 2016 ഈ സംഭവം നടന്നതെന്നും 2019 ഈ പരാതി പുറത്തു പറഞ്ഞതെന്നും അന്ന് ഈ ബലാത്സംഗത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല എന്നും വാദിഭാഗം വാദിച്ചിരുന്നു. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഈ പരാതിക്കാരിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്. സുപ്രീം കോടതിയുടെ കൃത്യമായ മാർഗനിർദ്ദേശം ഇക്കാര്യത്തിൽ ഉണ്ട്. അതിനാൽ തന്നെ പരാതിക്കാരി ഉന്നയിച്ച കാര്യങ്ങൾ ഹൈക്കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ ബോധ്യം വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ
കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിനാൽ തന്നെ പോലീസിന് ഇതുമായിട്ട് മുന്നോട്ട് പോകാം. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു എന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്. അത് മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തു വന്നതിന്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെയൊരു തുറന്നു പറച്ചിൽ ഉണ്ടായത്. അതിനാൽ തന്നെ ഇത് ഗൗരവം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ സാഹചര്യം കൂടി പരിശോധിക്കുമ്പോൾ ഇക്കാര്യവും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്, പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നതും ഈ ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഈ ഉത്തരവിന്റെ ഒരു പ്രത്യേകതയായിട്ട് കണക്കാക്കാവുന്നതാണ്. ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ വിധിന്യായം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടികളുമായി അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. സിദ്ദിഖ് ഒളിവിലാണ് എന്ന അന്വേഷണ സംഘത്തിന് രാവിലെ തന്നെ മനസ്സിലായിരുന്നു. മുൻകൂർ ജാമ്യം തള്ളിയതിനു ശേഷം ഒളിവിൽ പോവുകയായിരുന്നു സിദ്ദിഖ്. ഇനി ഏത് സമയത്ത് വേണമെങ്കിലും സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കുവാനുള്ള സാധ്യതയാണ്. വിധിന്യായം പുറത്തു വന്നിരിക്കുകയാണ്. അതിനാൽ തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കും. അതിനു മുൻപ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസിന് കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കീഴ്വഴക്കമനുസരിച്ച് മിക്കവാറും സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ അറസ്റ്റിന് അന്വേഷണ സംഘം മടിക്കും. സുപ്രീം കോടതിയിൽ നിന്ന് ഒരു തീരുമാനം വരട്ടെ എന്നതിനുള്ള കാത്തിരിപ്പായിരിക്കും പിന്നീട്. അതിനു മുൻപ് തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. തൃശൂർ പൂരം കലക്കിയതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണത്തിന് ഇന്ന് തീരുമാനമുണ്ടായേക്കും. ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളണമെന്നും ഉന്നതതല അന്വേഷണം വേണമെന്നും CPI വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടി മുഖപത്രത്തിലെ മുഖപ്രസംഗത്തിൽ രൂക്ഷ വിമർശനമാണ് അജിത് കുമാറിനെതിരെ ഇന്നും CPI നടത്തിയിട്ടുള്ളത്. ഇന്നലെയാണ് മുഖ്യമന്ത്രി ഒരു പൊതുയോഗത്തിൽ വിശദീകരണം നൽകിയത്. റിപ്പോർട്ട് തന്റെ മുന്നിൽ വന്നിട്ടില്ല, റിപ്പോർട്ട് താൻ വായിച്ചിട്ടില്ല, എന്നിട്ടും റിപ്പോർട്ടിലെ പല കാര്യങ്ങളും എന്ന പേരിൽ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുവെന്ന്. പക്ഷേ ഇതേ കാര്യങ്ങൾ, മാധ്യമങ്ങളിൽ വന്ന ഇതേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൽ ഇന്ന് മുഖപ്രസംഗം വന്നിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ടാണ് MR അജിത് കുമാറിൻ്റേത് എന്ന്. അതുമാത്രമല്ല, MR അജിത് കുമാറാണ് പൂരം കലക്കിയതിലെ പ്രധാനി എന്നുള്ള കാര്യവും CPI വീണ്ടും പറയുകയാണ്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് പൂരം കലക്കിയതിനെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഇന്ന് എത്തുന്നത്. VV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പൂരം കലക്കലിൽ ADGP MR അജിത് കുമാർ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിശോധനയ്ക്ക് ശേഷമാകും തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കുക. ഇന്ന് രാവിലെ തന്നെ DGP റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറി മുഖ്യമന്ത്രി പരിശോധിക്കും. പരിശോധിച്ച ശേഷമാകും ഇതിന് എന്താണ് ചെയ്യേണ്ടത്, ഈ റിപ്പോർട്ട് അതേപടി അംഗീകരിക്കുമോ അല്ലെങ്കിൽ തുടരന്വേഷണത്തിന് സാധ്യതയുണ്ടോ എന്ന തീരുമാനമുണ്ടാകുക. മുഖ്യമന്ത്രി ഇന്നലെ തൃശ്ശൂരിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് വരുന്ന വാർത്തകൾ പൂർണ്ണമായും ശരിയല്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. റിപ്പോർട്ട് താൻ പരിശോധിച്ച ശേഷം മാത്രമാകും അതിൽ എന്താണ് വസ്തുത എന്ന് ഇത് പറയാനാവുക. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇതൊരു തുടരന്വേഷണം അല്ലെങ്കിൽ ഉന്നതതല അന്വേഷണത്തിന് വിടാൻ തീരുമാനമുണ്ട്. ADGPയുടെ റിപ്പോർട്ട് അതേപടി അംഗീകരിക്കാതെ സംസ്ഥാന പോലീസ് മേധാവിയെ കൊണ്ട് പുതിയൊരു അന്വേഷണം നടത്താനാണ് സർക്കാർ ആലോചിക്കുന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. CPIയും സമാന ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ ADGPയുടെ റിപ്പോർട്ട് ആ രീതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല. അതിൽ പലതും വസ്തുതാവിരുദ്ധ നിലപാട് CPI സ്വീകരിക്കുമ്പോൾ ഇന്ന് ജനയുഗത്തിന്റെ CPI മുഖപത്രമായ ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തിനും രൂക്ഷ വിമർശനമാണ് റിപ്പോർട്ട് തള്ളിക്കൊണ്ട് CPI നടത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന പാദത്തിൽ നടന്ന പൂരം കലക്കൽ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിന്റെ വിജയം ഉറപ്പാക്കാൻ ആസൂത്രിതമായി നടന്ന അട്ടിമറി പ്രവർത്തനം എന്ന പൊതുജന വികാരമുണ്ട്. ആ വിശ്വാസം തെറ്റാണെങ്കിൽ യുക്തിഭദ്രമായി തിരുത്താൻ ഉതകുന്ന അന്വേഷണവും അതിന്റെ റിപ്പോർട്ടുമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്താണ് സർക്കാർ ചെയ്യേണ്ടത്, എന്താണ് CPI പ്രതീക്ഷിക്കുന്ന കാര്യമാണ് ഇന്ന് ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നത്. CPMനും മറ്റു വഴികളില്ല. ADGPയുടെ റിപ്പോർട്ട് അതേപടി അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നത് മുന്നണി ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഷളാക്കും. അതുകൊണ്ട് അതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു തീരുമാനമാകും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ADGPയുടെ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളാതെയും എന്നാൽ പൂർണ്ണമായും കൊള്ളാതെയും ഒരു ഉന്നതതല അന്വേഷണം. കാരണം ADGP MR അജിത് കുമാറിനെ ഇത് അന്വേഷിക്കാൻ 5 മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല. പോലീസ് അത് കലക്കിയെന്ന പൂരം കലക്കിയെന്ന ആരോപണം മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അജിത് കുമാർ എന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മാറി. CPIയും പ്രതിപക്ഷവുമൊക്കെ ആ നിലപാട് എടുത്ത് രംഗത്ത് വന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ അജിത് കുമാറിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട്, അത് സ്വാഭാവികമായും സംസ്ഥാന പോലീസ് മേധാവിയാകാം, അങ്ങനെ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോഴും മറ്റും സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലേക്ക് ആകുന്ന അവസ്ഥ ഇതുണ്ടാക്കും.
CPI ഇപ്പോഴും വിമർശനം തുടരുകയാണ്. ഇന്ന് ജനയുഗത്തിലെ മുഖപ്രസംഗത്തിലും ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് MR അജിത് കുമാറിനെതിരെ. അജിത് കുമാറിന്റെ റിപ്പോർട്ട് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ് എന്നാണ് CPIയുടെ വാദം. ഇക്കാര്യം പലതവണയായിട്ട് CPI ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് പൂരം അന്വേഷണ റിപ്പോർട്ട് ഇന്ന് എത്തുന്നത്. ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിൽ 4ാം ദിവസവും പുരോഗമിക്കുകയാണ്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ റഡാർ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ CP4-ലാണ് തെരച്ചിൽ നടക്കുന്നത്. ഉത്തര കന്നഡ ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മഴ പെയ്യുന്നില്ല എന്നത് ആശ്വാസമായിട്ടുണ്ട്. KV ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗംഗാവലി പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. എന്തായാലും ഈ കാലാവസ്ഥ കുറച്ച് അനുകൂലമായിട്ടുണ്ട്. റെഡ് അലർട്ടാണ് നിലവിൽ ഉത്തര കന്നഡ ജില്ലയിൽ. പക്ഷേ രാവിലെ മഴയുണ്ടായതല്ലാതെ പിന്നീട് നല്ല വെയിൽ വരുന്ന ഒരു കാലാവസ്ഥയാണ്. അതുമാത്രമല്ല ഗംഗാവലി പുഴയിൽ വെള്ളവും വലിയ തോതിൽ കൂടിയിട്ടില്ല. അതുതന്നെ ഈ തെരച്ചിലിന് അനുകൂലമായ ഒരു സാഹചര്യമാണ്. ഡ്രഡ്ജർ ഉപയോഗിച്ച് CP4, അതായത് ഇന്ദ്രപാൽ അദ്ദേഹം മാർക്ക് ചെയ്ത CP4-ലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഇന്ദ്രപാൽ രാവിലെ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം ഈ ഡ്രഡ്ജിംഗ് കമ്പനി അധികൃതർക്ക് വേണ്ട നിർദ്ദേശം നൽകി. അദ്ദേഹം മാർക്ക് ചെയ്ത CP1-ഉം അതുപോലെ തന്നെ 2-ഉം 3-യും 4-ഉം ആ സ്ഥലങ്ങൾ ഒരിക്കൽ കൂടി അദ്ദേഹം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ CP4-ലാണ് വലിയ ലോഹഭാഗം കണ്ടെത്തിയത്. ആ പ്രദേശം കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത്. എന്തായാലും വലിയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അർജുന്റെ ലോറിയുടെ കാര്യമായ ഭാഗങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ദ്രപാൽ അദ്ദേഹവും വ്യക്തമാക്കുന്നത് വലിയ തോതിൽ ഈ ലോറി അപകടത്തിൽ പെട്ടിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തലും. എന്തായാലും കാലാവസ്ഥ അനുകൂലമായത് തിരച്ചിലിന് ഗുണകരമായിട്ടുണ്ട്. വലിയ ആശങ്കയുണ്ടായിരുന്നു രാവിലെ, അത്രത്തോളം ശക്തമായ മഴയായിരുന്നു. പക്ഷേ ആ മഴയെ വകവെക്കാതെ തിരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും അർജുനെയും ലോറിയെയും കിട്ടുന്നതുവരെ തിരച്ചിൽ തുടരുമെന്നാണ് കുടുംബത്തിന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതുതന്നെയാണ് ജിതൻ ന്യൂസ് 8-നോടും പങ്കുവെക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പ്, MLA തന്നിരിക്കുന്ന ഉറപ്പും SP സാർ തന്നിരിക്കുന്ന ഉറപ്പും എന്ന് വെച്ചാൽ ലോറി കണ്ടെത്തുന്നത് വരെയുള്ള തെരച്ചിൽ അത് ചിലപ്പോൾ 10 ദിവസത്തിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അത് അവർ ചെയ്യുമെന്നാണ്. 4ാം ദിനത്തിലാണ് ഇന്ന് തെരച്ചിലെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ് അത് തുടരുമോ അത് അല്ല ഇനി ദൌത്യം പാതി വഴി ഉപേക്ഷിക്കുമോ ഇതൊക്കെ അറിയേണ്ടതുണ്ട്. ഇത് അവസാന ദൌത്യം എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് പരമാവധി മണ്ണ് നീക്കി ഈ ഇന്ദ്രപാൽ അദ്ദേഹം മാർക്ക് ചെയ്ത ആ സ്ഥലങ്ങൾ അവിടെയുള്ള മണ്ണുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം മുങ്ങൽ വിദഗ്ധരുടെ സേവനവുമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2 മുങ്ങൽ വിദഗ്ധരുടെ സേവനമാണ് ഇവിടെയുള്ളത്. അത് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധരാണ്. ഈശ്വർ മൽപെ ഇതുവരെ ഇവിടെ തിരിച്ചെത്തിയിട്ടില്ല. ഔദ്യോഗികമായി അറിയിച്ചാൽ മാത്രമേ ഈശ്വർ മൽപെ തിരിച്ചെത്തൂ എന്ന് പറയുന്നു. അതേസമയം ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അർജുന്റെ ലോറിക്കരികിൽ എത്താൻ സാധിച്ചാൽ അപ്പോൾ ഈ ഈശ്വർ മൽപെ ഉൾപ്പെടെയുള്ളവരുടെ സേവനം തേടും എന്നാണ്. എന്തായാലും ഡ്രഡ്ജിംഗ് ഇപ്പോഴും പുരോഗമിക്കുന്നു. വലിയ തോതിലുള്ള പ്രതീക്ഷ, അവസാനഘട്ട പ്രതീക്ഷയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. കാലാവസ്ഥ ഏതായാലും അനുകൂലമായിട്ടുണ്ട്. കാലാവസ്ഥ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായാൽ ആ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ തിരച്ചിൽ നിർത്തിവെക്കുന്നതല്ലാതെ പൂർണ്ണമായും തിരച്ചിൽ നിർത്തിവെക്കില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും അർജുനെയും അർജുന്റെ ലോറി കണ്ടെത്തുന്നവരെയും ഒപ്പം കന്നഡികരായ 2 പേരെ ലോകേഷിനെയും ജഗന്നാഥിനെയും കണ്ടെത്തുന്നവരെ തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് 10 ദിവസമല്ല 12 ദിവസമായാലും അത്തരത്തിൽ തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം കുടുംബത്തിനുൾപ്പെടെ നൽകിയിരിക്കുന്ന ഉറപ്പ്. MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് നൽകുന്നതിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. മരണം വിവാദമാക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമം ചില രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയെന്ന് MM ലോറൻസിന്റെ മകൻ ML സജീവൻ ന്യൂസ് 18-നോട് പറഞ്ഞു. ആശാ ലോറൻസിനെ ഉപയോഗിച്ച് ഇടതുപക്ഷത്തിന് അവമതിപ്പുണ്ടാക്കുന്ന പ്രചാരണം ഇപ്പോഴും നടത്തുകയാണ്. ആശാ ലോറൻസ് ചെയ്യുന്ന കാര്യങ്ങളിലും ഫേസ്ബുക്ക് പോസ്റ്റിലുമെല്ലാം ചിലരുടെ ഇടപെടൽ ഉണ്ട് എന്നും സജീവൻ പറയുന്നു. ആശയുടെ ഭാഗത്തു നിന്ന് നേരത്തെയും ഇത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇടതുപക്ഷത്തെ തകർക്കാനാണ് ഇത്തരം ചെറിയ കാര്യങ്ങൾ കുത്തിപ്പൊക്കുന്നതെന്നും സജീവൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്.
അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എം ലോറൻസിന്റെ പൊതുദർശന സമയത്ത് ഇന്നലെ അസാധാരണമായ ചില സംഭവങ്ങൾ, നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ടായി. പിന്നീട് അത് കോടതി വരെ എത്തുന്ന ഒരു നിലയിലേക്ക് പോവുകയും ചെയ്തു. വലിയ രീതിയിലുള്ളൊരു ചർച്ചയാണ് ഈ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ നടക്കുന്നത്. കൂടുതൽ പ്രതികരണത്തിനായി എം ലോറൻസിന്റെ മകൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, നമസ്കാരം. ഇന്നലെ അസാധാരണമായ ചില സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ പ്രേരിതം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അത് ആ ഒരു സംഭവം മാത്രമായിട്ടല്ല നോക്കേണ്ടത്. അതിന് പിന്നിലേക്ക് നടന്നുള്ള പല കാര്യങ്ങളും കൂടി പരിശോധിക്കുമ്പോൾ അത്തരം ഒരു നീക്കം ഇല്ലേ എന്ന് ആർക്കും സംശയിക്കേണ്ടി വരും. അതിന് പല കാരണങ്ങളുണ്ട്. ഈ എൻ്റെ സഹോദരി ചെറുതായിട്ട് കുടുംബമായിട്ട്, ചെറുതായിട്ടല്ല, ഇടഞ്ഞു നിൽക്കുന്ന സ്വഭാവമാണ്. അവളുടേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പലരോട്ടും വഴക്കമുണ്ടാക്കുന്നുണ്ട്. അപ്പച്ചനായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും അപ്പച്ചൻ അവരോട് കാര്യമായിരുന്നു. മരിക്കുന്നവരങ്ങനെ തന്നെയായിരുന്നു. നേരത്തെ പലപ്പോഴും ഇവളുടെ ഫേസ്ബുക്ക് പോസ്റ്റിംഗ്, ഈ സഹോദരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിങ്സ് ഉണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിങ്സ് വായിക്കുമ്പോൾ വെറുതെ ഒഴുക്കൻ മട്ടിൽ വായിച്ചു പോയിട്ട് കാര്യമില്ല. ഇങ്ങനെ ഒരു ഇഷ്യൂ ചോദിക്കുമ്പോൾ അതിന് ആൻസർ പറയുമ്പോൾ എനിക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് ഉപയോഗിച്ചുള്ള വാക്കുകൾ, വാചകങ്ങൾ, അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ പൊളിറ്റിക്കൽ ആംഗിൾ, അതെല്ലാം നോക്കുമ്പോൾ അത് പിൻ പോയിന്റ് ചെയ്യുന്നത് ഒരേ സ്ഥലത്തേക്കാണ്. ആന്റി ലെഫ്റ്റ് ഒരു ഇതിലേക്കാണ് പോകുന്നത്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് അവളുടെ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങും എക്സ്പീരിയൻസ് വെച്ചിട്ടും യൂസ് ചെയ്യാവുന്ന ചില വേർഡ്സ് അല്ല അതിൽ ചില വേർഡ്സ് എങ്കിലും വന്നിരിക്കുന്നു. അപ്പോൾ ചില വേർഡ്സ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞങ്ങൾ വീട്ടിൽ അപ്പച്ചനെന്ന് വിളിക്കുക, അപ്പ എന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പച്ചന്റെ ഫാദറിനെ വിളിച്ചിരുന്നത് അപ്പ എന്നാണ് വിളിക്കുന്നത്. എന്റെ മക്കൾ വിളിക്കുന്നത് പപ്പ എന്നാണ് വിളിക്കുന്നത്. പലരും പലതരത്തിൽ വിളിക്കുന്നു. എന്റെ വളരെ അടുത്ത സുഹൃത്ത് അച്ഛനെ നീന്ന് അഡ്രസ് ചെയ്യുന്ന കേട്ടുന്നത്. തമിഴ് ബ്രാഹ്മണാണ്, നീന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങൾക്ക് തൊട്ട് നെയ്ബറാണ്. നീന്ന് ഒരു അച്ഛനെ മകനെ അഡ്രസ് ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോഴും ഞെട്ടും. ഇതിപ്പോൾ കിട്ടും അടി എന്നുള്ള രീതിയിൽ. പക്ഷെ അത് അക്സെപ്റ്റഡ് ആണ്. അവിടെ അതൊരു ചീത്ത വേർഡ്, ബഹുമാനക്കുറവോ അല്ല, നാച്ചുറലായിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് നീന്ന്. ഇക്കാര്യത്തിൽ LDF കൺവീനർ TP രാമകൃഷ്ണനും പ്രതികരിച്ചു. കിടപ്പിലായിരുന്നപ്പോൾ M ലോറൻസ് പറഞ്ഞത് മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടു നൽകണമെന്നാണ്. ഇതാണ് TP രാമകൃഷ്ണൻ പറയുന്നത്. കുടുംബാംഗങ്ങൾ ആദ്യം ഇത് അംഗീകരിച്ചതുമാണ്. ഊഹാപോഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. അദ്ദേഹം അഭിപ്രായപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ മക്കൾ തന്നെ മുൻകൈയെടുത്ത് അവിടെ മൃതശരീരം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചത്. ഞങ്ങൾ CITUവും പാർട്ടിയും CPIMും CITUവും എറണാകുളത്ത് സ്വീകരിച്ചത് മൃതശരീരം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് സഖാവ് ലോറൻസിന്റെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായത്തിന് വിധേയമായി ചെയ്യണമെന്നുള്ളതാണ്. കുടുംബാംഗങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങളിലുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഒരു മകള് പ്രകടിപ്പിച്ചു. അത് അത്ര ഗൗരവമായിട്ട് എടുക്കേണ്ടുന്ന വിഷയമല്ല. കോടതിയുടെ മുമ്പാകെ അവർ പോയി, കോടതി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജിനോട് അവർക്ക് പറയാനുള്ളത് കേട്ട് തീരുമാനമെടുക്കാനാണ്, അവരുടെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ സഖാവ് ലോറൻസിന്റെ ഭൗതിക ശരീരം ആയിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ മെഡിക്കൽ കോളേജിന് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഒരു തർക്കം അദ്ദേഹത്തിന്റെ മകള് ഒരു കുടുംബ പ്രശ്നമായതുകൊണ്ട് അതിന്റെ അപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശം അത് സംബന്ധിച്ച് നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരു വലിയ വിഷയമായിട്ട് കണക്കാക്കേണ്ടതല്ല. ചില ചാനലുകളെല്ലാം അത് ഒരു വലിയ പ്രശ്നമായിട്ട് നല്ല ചർച്ച ചെയ്തു. യഥാർത്ഥത്തിൽ അത്തരം വിഷയങ്ങളൊന്നും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതല്ല. അതാണ് എന്റെ അഭിപ്രായം. ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ്. M ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടുകൊടുക്കണോ എന്ന കാര്യത്തിൽ ആശാ ലോറൻസ് ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും മെഡിക്കൽ സൂപ്രണ്ടിനോട് ഒരു തീരുമാനമെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തതാണ്. ഇന്ന് മിക്കവാറും ഒരു തീരുമാനം ഉണ്ടാകുവാനാണ് സാധ്യത. മറ്റു വാർത്തയിലേക്ക്. മൈസൂരിലെ ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാം. ഗവർണർ പ്രോസിക്യൂഷൻ അനുമതി നേരത്തെ നൽകിയതാണ്. പക്ഷേ പ്രോസിക്യൂഷൻ അനുമതിക്കെതിരെ സിദ്ധരാമയ്യ
കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ ഗവർണറുടെ തീരുമാനം കോടതി അംഗീകരിച്ചു. അങ്ങനെ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പ് പ്രകാരം ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ സിദ്ധരാമയ്യ ഈ കേസിൽ അന്വേഷണവും വിചാരണയും നേരിടേണ്ടി വരും. ഷംന ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷംന, ഇക്കാര്യത്തിൽ 14 സ്ഥലങ്ങളിലായിട്ട് ഭൂമി ദാനം ചെയ്യുകയുണ്ടായി. അത് കിട്ടിയത് സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്കാണ്. ഇങ്ങനെ ഗുരുതരമായ ഒരു ആരോപണമാണല്ലോ ഉള്ളത്. ഇതിലിപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? മഞ്ജുഷ, തീർച്ചയായും വലിയൊരു തിരിച്ചടി തന്നെയാണ് സിദ്ധരാമയ്യക്ക് നേരിടേണ്ടി വരുന്നത്. ജസ്റ്റിസ് നാഗപ്രസന്നയുടെ സിംഗിൾ ബെഞ്ചാണ് ഈ സിദ്ധരാമയ്യക്കെതിരായ ഒരു വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരും. ഈ ബംഗളൂരു നഗരവികസന അതോറിറ്റി കുംഭകോണം കേസിൽ ഭാര്യയ്ക്ക്, അതായത് ഈ സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് അവരുടെ കൃഷിഭൂമി ഏറ്റെടുത്ത് പകരം നൽകിയത് വാണിജ്യ ഭൂമിയാണ്. ഇതോടെ 45 കോടി സർക്കാരിന് നഷ്ടമുണ്ടായി എന്ന പരാതിയാണ് ഇതിനൊക്കെ അടിസ്ഥാനമായത്. അതേ തുടർന്നാണ് പിന്നീട് മലയാളി അടക്കമുള്ളവർ ചേർന്നാണ് പരാതി നൽകുന്നതും. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് ഗവർണർ നേരത്തെ നൽകിയിരുന്നു. എന്നാൽ ഇത് രാഷ്ട്രീയമായി, രാജ്ഭവൻ ഇത് വെറും രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിലോട്ട് തൻ്റെ പ്രതിച്ഛായയെ തന്നെ മങ്ങലേൽപ്പിക്കാനുള്ള നീക്കങ്ങളാണെന്ന് എന്നായിരുന്നു സിദ്ധരാമയ്യ മറുപടി നൽകിയത്. അതിന് പിന്നാലെയാണ് പ്രോസിക്യൂഷൻ നേരിടണമെന്നാവശ്യപ്പെട്ട്, അല്ലെങ്കിൽ അതിന് അനുമതി നൽകിക്കൊണ്ട് ഗവർണർ ഉത്തരവിട്ടത്. എന്നാൽ അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു സിദ്ധരാമയ്യ. ഇപ്പോൾ അതിലാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. കാരണം അഴിമതി തടയൽ നിയമപ്രകാരം ഈ പ്രോസിക്യൂഷൻ ചെയ്യാനുള്ള അവകാശം അത് ഗവർണർക്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും വിഷയം കുറച്ചുകൂടി രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് സാധ്യതയുണ്ട്. BJP ഈ സിദ്ധരാമയ്യയുടെ രാജി ആവശ്യപ്പെട്ട് പലയിടത്തും പ്രക്ഷോഭം തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യയുടെ സുരക്ഷ വളരെ പ്രധാനമായതുകൊണ്ട് തന്നെ വസതിക്ക് മുമ്പിൽ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ എന്തായാലും കർണാടകത്തിൽ സിദ്ധരാമയ്യയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും BJP ഇക്കാര്യം ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. സിദ്ധരാമയ്യയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് BJP രംഗത്തെത്തുകയും ചെയ്യും. അതിൽ ഒരു തർക്കവും ഇല്ല. ഭൂമിദാന കേസിൽ, ഭൂമി കുംഭകോണ കേസിലാണ് ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിചാരണ നേരിടണം എന്ന് പ്രോസിക്യൂഷൻ അനുമതി നേരത്തെ ഗവർണർ നൽകിയതാണ്. ഇത് ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നത്. തമിഴ്നാട് മന്ത്രിസഭ പുനഃസംഘടനയെന്ന സൂചന നൽകി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമോ എന്ന ചോദ്യത്തിനായിരുന്നു നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല എന്ന സ്റ്റാലിന്റെ മറുപടി. சார், ரொம்ப நாளாவே இந்த அமைச்சரவை மாற்றம், அப்புறம் அமைச்சர் உதயநிதி ஸ்டாலின் அவர்களுக்கு துணை முதலமைச்சர் பதவி அப்படிலாம் இருக்கு. நீங்களும் விரைவில் சொன்னதை செய்வோம் அப்படின்னு சொல்லியிருக்கீங்க. அதுக்கு ஒரு பதில்? ஏமாற்றம் இருக்காது, மாற்றம் இருக்கும். சார், ரொம்ப நாளாவே இந்த ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയാകും എന്നുള്ള അഭ്യൂഹം കഴിഞ്ഞ കുറെ മാസങ്ങളായി ഉള്ളതാണ്. ഇതിലാണ് ഇപ്പോൾ സ്റ്റാലിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ് സ്റ്റാലിന്റെ മറുപടി. ജമ്മുകശ്മീരിൽ 2ാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. മധ്യ കശ്മീരിലെ ബുദ്ഗാം, ശ്രീനഗർ, ഗന്ദർബാൽ, ജമ്മു മേഖലയിലെ പൂഞ്ച്, രജൌരി ജില്ലകളിലായി 26 മണ്ഡലങ്ങളിലാണ് 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, BJPയുടെ രവീന്ദ്ര റെയ്ന, ജമ്മുകശ്മീർ കോൺഗ്രസ് അധ്യക്ഷൻ താരിഖ് ഹമീദ് കറ തുടങ്ങിയവരാണ് 2ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ നടക്കുന്നത്. ഇസ്രായേലിന്റെ ആക്രമണത്തിലാണ് ഇപ്പോൾ 492 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. റെക്കോർഡിലേക്ക് കടന്നിരിക്കുകയാണ് സ്വർണ്ണവില നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം ഗ്രാമിന് 7000 രൂപ, പവന് 56,000 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5727 രൂപ, പവന് 45,816 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ, കിലോയ്ക്ക് 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ്.